മൂല്യത്തകർച്ചയിൽ ഈ വർഷം ഏഷ്യയിലെ ഏറ്റവും മോശം കറൻസിയായി ഇന്ത്യൻ രൂപ. ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ 4.3% ഇടിവാണ് നേരിട്ടത്. മൂല്യത്തകർച്ചയിൽ ഈ വർഷം ഏഷ്യയിലെ ഏറ്റവും മോശം കറൻസിയായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ രൂപ. 2025 ജനുവരി ഒക്ടോബർ കാലയളവിൽ ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ 4.3% ഇടിവാണ് നേരിട്ടത്. അമേരിക്ക ഇന്ത്യ വ്യാപാര കരാർ ഉടൻ ഉണ്ടായില്ലെങ്കിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 90 കടന്നേക്കുമെന്നാണ് വിദേശ വിനിമയ വിപണിയുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന സൂചന. അതായത് $1 90 നൽകണം. നവംബർ 21 വ്യാപാരത്തിനിടെ ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ പുതിയ താഴ്ചയിലെത്തിയിരുന്നു. ഡോളർ ഒന്നിന് 89.66 എന്ന നിലയിലേക്കാണ് കൂപ്പുകുത്തിയത്. ഇതിനുശേഷം തിരിച്ചു കയറിയ രൂപ 89.27 എന്ന നിലവാരത്തിലാണ് ബുധനാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ സാമ്പത്തിക വർഷം എടുത്താൽ ജാപ്പനീസ് യെന്നിനു പിന്നിൽ രണ്ടാമതാണ് രൂപ. ജാപ്പനീസ് യെന്ന് 4.36% ഇടിവ് നേരിട്ടപ്പോൾ രൂപയ്ക്കിത് 4.26%. ഏതാനും മാസമായി ഡോളറിനെതിരെ രൂപ തുടർച്ചയായി ഇടിയുകയാണ്. ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപകർ തുടർച്ചയായി ഓഹരികൾ വിറ്റഴിക്കുന്നതും US-ന്റെ ഉയർന്ന തീരുവയും സ്വർണം, വെള്ളി എന്നിവയുടെ ഉയർന്ന വിലയുമാണ് രൂപയ്ക്ക് തിരിച്ചടിയാകുന്നത്. ഏഷ്യൻ കറൻസികളായ ചൈനീസ് യുവാന, ഇന്തോനേഷ്യൻ റുപ്പയ എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വൻ വീഴ്ച തന്നെയാണ് രേഖപ്പെടുത്തിയത്. ഇന്തോനേഷ്യൻ റുപ്പിക്ക് 2.9%, ഫിലിപ്പീൻ പെസോയ്ക്ക് 1.3%. ഡോളർ കരുത്ത് വീണ്ടെടുത്തതും രൂപയുടെ മൂല്യത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. 2 മാസത്തിനിടെ ഡോളറിന്റെ മൂല്യത്തിൽ 3.6% വർധനവാണ് ഉണ്ടായത്. ഇതും ഇന്ത്യൻ കറൻസിക്ക് സമ്മർദ്ദം കൂട്ടുന്നതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.